അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഡെയിലി കണ്ട് അങ്ങനെ സാധനം ഉണ്ട്. അത് നിർബന്ധമാണ്. മിനിമം ഒരു കൗണ്ട് വെക്കും. അത് നമ്മൾ എത്തിക്കണം. ഒരു നോർമൽ സ്കൂള് കഴിഞ്ഞ് വരുന്ന കുട്ടികളെക്കാളും ഭയങ്കര കുറവേ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഒക്കെ ഒന്ന് ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇനീഷ്യലി ഫസ്റ്റ് ലെവൽ 1 ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ചിലപ്പോ നമുക്ക് നല്ല റിഗ്രറ്റ് വരും, നമ്മളിതൊന്നും ചെയ്യണില്ലല്ലോ. എക്സാം അനാലിസിസ് കറക്റ്റ് ചെയ്യണം, കാരണം അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ അച്ഛനാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികളാണ്. ഭയങ്കര അഭിമാനമുണ്ട്. കാര്യം ഇങ്ങനെ എല്ലാവരും ഇനി ഡിഫറെൻ്റായ മെഡിക്കൽ കോളേജിലായിരിക്കും പോകുന്നുണ്ടാവും അല്ലേ. എന്നാലും കുറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നതാണ്, ഫിസിക്സ് പോലത്തെ സബ്ജക്റ്റിൽ കുറേ ചെയ്ത് നോക്കേണ്ട സാധനങ്ങൾ, കുറച്ചൊക്കെ ലോജിക്കൽ എബിലിറ്റി ഒക്കെ വേണ്ട സാധനങ്ങൾ, അതൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചതുകൊണ്ട് എത്രത്തോളം പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം വരായി എന്നുള്ളൊരു സാധനമാണ്. നമ്മളൊരു പ്രീ കോച്ചിങ് ഒക്കെ എടുത്ത് വരുന്ന പോലെയല്ലേ ഉണ്ടാവുക, അത് എത്ര ഹെൽപ്ഫുള്ളായി എന്നുള്ളത്? സ്കൂളിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് 10th കഴിഞ്ഞ് വരാണല്ലോ. അപ്പം വലിയായിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ സ്കൂളിൽ വരുമ്പോഴാണ് ഇങ്ങനെ ടൈമർ വെച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് ആദ്യം ഇനീഷ്യലി കുറച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉപകാരം നല്ല. എല്ലാവരും എത്ര നമ്പറൊക്കെ പറയണെങ്കിൽ എത്ര ഒരു നമ്പറൊക്കെ ചെയ്തിട്ടുണ്ട് ആവറേജ്? ഞങ്ങള് വന്ന പിറ്റേ ദിവസം തൊട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അല്ലല്ല അവര് പറഞ്ഞു, ഈ പറഞ്ഞു. ഞങ്ങള് ഇപ്പൊ നമ്മള് തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഡെയിലി കണ്ട് അങ്ങനെ സാധനം ഉണ്ട്. അത് നിർബന്ധമാണ്. ഓരോ കുട്ടികളും പലതാണ്, പക്ഷെ മിനിമം ഒരു കൗണ്ട് വെക്കും. അത് നമ്മൾ എത്തിക്കണം. ട്രൈ ചെയ്തിട്ടുണ്ട്, എത്തിക്കാറുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഫിസിക്സിൽ, പ്രത്യേകിച്ച് ഞാൻ നിയാസ്കറിനോട് അന്ന് ഫിസിക്സ് ഡൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ നിയാസ്കറിനോട് ആദ്യം പറഞ്ഞത് സ്വാതി അടിക്കൂട്ടോന്നാ. സ്വാതി നിയമം കുറച്ച് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുബിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഇങ്ങനെ ഈ ന്യൂമറിക്കൽസ് ചെയ്യുന്നിടത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് അന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് റിപ്പീറ്റിൽ വന്നപ്പോൾ കൺസെപ്റ്റ് ഭയങ്കര പക്കായി. ലൈക്ക് പിന്നെ വർക്ക് ചെയ്യണോ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്കൂള് കഴിഞ്ഞ് വരുന്ന കുട്ടികളെക്കാളും ഭയങ്കര കുറവേ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം ഓൾറെഡി കുറേ പഠിച്ചതാണ്, കുറേ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാണ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റിക്കൊക്കെ 500 ക്വസ്റ്റ്യൻ എത്തിക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ ട്രൈ ചെയ്യും, പക്ഷെ എത്തൂല. 400-300 എത്തിയാൽ തന്നെ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ നുഹ പറഞ്ഞു വെച്ചെടുത്താണ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു പാറ്റേണിലേക്ക് വരില്ല സ്കൂളിലേക്ക് വരുന്ന സമയത്ത്. ആ ചേഞ്ച് എങ്ങനെയാണ്, പിന്നെ ആ ചേഞ്ചിനെ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയത്? സ്കൂളിലൊക്കെ പഠിച്ചു വന്ന് ഒരു വേറെ തന്നെ ഒരു മാറ്റമല്ലേ. 10ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇനീഷ്യലി ഫസ്റ്റൊക്കെ ഒന്ന് ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കാം. ആദ്യം തന്നെ NCERT പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. പക്ഷേ ഫസ്റ്റ് തന്നെ ചെയ്താൽ നമുക്ക് കിട്ടില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ലെവൽ 1 ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. എന്നിട്ട് അത് ലെവൽ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഡ് ബ്ലൂയിലൊക്കെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് കിട്ടുന്ന NCERT എക്സാമ്പിൾസ് ഒക്കെ ഫസ്റ്റ് തന്നെ പിന്നെ ചെയ്ത് നോക്കാം. എക്സസൈസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ലെവൽ 1 പിന്നെ ലെവൽ 2 അങ്ങനെ ജസ്റ്റ്. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന രീതി തുടങ്ങണം എന്നർത്ഥമല്ലേ? 10ാം ക്ലാസ് വരെ നമ്മൾ അത്ര ചെയ്യുന്നില്ലല്ലോ. ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളോട് പറയുന്ന നമ്പറൊന്നും നമുക്ക് എത്തിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് പറ്റണ അത്ര ചെയ്യാം. ഞാൻ വെറുതെ ചോദിക്കട്ടെ, നമ്പർ ആസിയ അങ്ങനെ ഒരു ചർച്ച നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്പർ അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്കുകയാണോ വേണ്ടത്? ആസിയൻ്റെ ഒരു പെർസെപ്ഷനാണ്. അതായത് നമ്പർ കൊടുക്കണോ അതല്ല ആ ടൈം എഫക്റ്റീവ് ആവുകയാണെന്നുള്ളതാണോ നിഹമ്മൻ്റെ ഒരു ഇതെന്താ? ശരിക്കും നമ്പർ പറയാൻ പറ്റൂല എന്ന് എനിക്ക് അന്ന് തോന്നിയത്. കാരണം അന്ന് നമ്പർ പറയുമ്പോൾ നമ്മൾ ആ നമ്പർ എത്തിക്കാൻ വേണ്ടി ലാസ്റ്റിലോട്ട് നമുക്ക് പറ്റൂല. നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്പർ അങ്ങനെ എത്തിക്കാറുണ്ടോ? അല്ല നമുക്ക് എത്തിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമുക്ക് പറ്റൂലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പിന്നെ എങ്ങനെയാലും നമ്പർ വെക്കുമ്പോ നമ്മൾ ആ നമ്പർ വെക്കുമ്പോ നമ്മൾ ഒരു മിനിമം എന്തായാലും ബെയർ മിനിമം ചെയ്യും. ആ ഒരു ടാർഗറ്റ് മുന്നിലുള്ളതുകൊണ്ട്. അപ്പൊ കൂട്ടിക്കൊണ്ടുവരണ നല്ലതാണ്. പക്ഷെ ചിലപ്പോ നമുക്ക് നല്ല റിഗ്രറ്റ് വരും, നമ്മളിതൊന്നും ചെയ്യണില്ലല്ലോ. അത് ശരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ നമ്പർ വെക്കുന്ന സമയത്തൊക്കെ എന്താ അറിയോ, എത്തരുത് നേരിട നമ്പർ വെക്കുക. എന്നാലെങ്കിലും ഈ 2 കാരണങ്ങളുണ്ട്. ഇത് ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തരുത് എന്ന് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ നിങ്ങൾ ടോപ്പാണ് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇത് നടക്കുമോ? കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ചെയ്ത് അപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു ഇതിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ചില ചാപ്റ്റേഴ്സ് നല്ല ബുദ്ധിമുട്ടുള്ള, നല്ല ടൈം, ഒരു ക്വസ്റ്റ്യൻ തന്നെ നല്ല ടൈം കാണിച്ചു.
അപ്പം അന്ന് ഈ നമ്പർ എത്തിക്കുന്ന ആ ഒരു ചാപ്റ്ററൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ എത്തിക്കുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ആ സമയത്ത് കാരണം നമ്പർ എത്തിക്കാന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നോക്കൂല, നമ്മൾ കൂടുതൽ ആ നമ്പറിലോട്ടാണ് ഫോക്കസ് ചെയ്യുക. സ്കൂളിൽ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ സ്കൂളിൽ നിന്ന് വരുന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ നിഹ്മ ഈ ഒരു പെർഫോമൻസിലേക്കോ ഈ റാങ്കിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് എത്തുമായിരുന്നോ, മാർക്കിലേക്ക്? എന്താ അതിൻ്റെ ഒരു സെൽഫ് അനാലിസിസ്? സ്കൂളിൽ പഠിച്ച ശരിക്കും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുന്ന് കുറേ കാര്യം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കുറേയൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യണം, പിന്നെ അന്ന് വരുത്തിയ കുറേ എന്തൊക്കെ കിട്ടിയത്? ഇപ്പം നേരത്തെ പറഞ്ഞു പ്രോബ്ലം ചെയ്യാന്നുള്ള ഒരു സ്കില്ല് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നല്ല, ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നന്നായി ചെയ്യുന്ന സ്ഥലത്ത് പോയാലും ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പോയാൽ നമുക്ക് കറക്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ പ്രോബ്ലം ചെയ്യേണ്ട സ്കില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബയോളജിയൊക്കെ കുറേയൊക്കെ ആദ്യം വായിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വായിക്കണം എന്നൊക്കെ മനസ്സിലായി. പിന്നെ അന്ന് വരുത്തിയ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് കൂടി പറയുകയാണെങ്കിൽ? ഇപ്പോൾ ഒന്ന് NCERT എക്സസൈസ് കുറച്ചധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തിട്ടുണ്ടായിനി, പക്ഷെ എന്നാലും അത്ര എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് NCERT എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത്. ഇനീഷ്യലി തന്നെ ചെയ്യണ്ട, കുറച്ച് ലാസ്റ്റിലോട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ കെമിസ്ട്രിക്ക് NCERT, ഓർഗാനിക് ഇൻഓർഗാനിക് ഒക്കെ NCERT എന്തായാലും റീഡ് ചെയ്യണം. അത് കെമിസ്ട്രി കറക്റ്റ് NCERT തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ സഫയിലേക്ക് വരുന്ന സമയത്ത് സഫ ഭയങ്കര സ്ട്രഗിൾ, നല്ല വർക്കിംഗ് ആയിരുന്നു. എനിക്കറിയാം സഫനോടൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അജിനോടും സഫനോടൊക്കെ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക, പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ നന്നായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? സ്കൂളും നന്നായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്കൂളും ഞാൻ റിപ്പീറ്റും ആ സമയത്തൊരു വർക്ക് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? എത്ര മണിക്കൂർ പണിയെടുക്കും ശരിക്കും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ? 15-14 മണിക്കൂർ വർക്ക് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ ടൈമർ വെക്കലില്ല, കാരണം അത് വെച്ചിപ്പോൾ ഒരു ദിവസം കുറച്ച് കൂടുതൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ വർക്കിനെ ബാധിക്കും. ഞാൻ ഇന്നലെ അത്ര ഇരുന്നു, അതുകൊണ്ട് ഇന്ന് കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല എന്ന്. അതുകൊണ്ട് ടൈമർ അങ്ങനെ വെക്കില്ല. പക്ഷെ എല്ലാ ദിവസവും ഇരിക്കണ ആ ഒരു സമയം കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും. സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ധൈര്യമോ അല്ലെങ്കിൽ എന്താ? നേരത്തെ പറഞ്ഞു സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും ആവാൻ പറ്റില്ലായിരുന്നു എന്നുള്ളത്. എന്തൊക്കെയാണ് സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ? ഇപ്പം നിഹമ പറഞ്ഞതുപോലെ ഒരു അഡീഷണൽ പോയിന്റ് പറയുകയാണെങ്കിൽ ആ പോയിന്റുകളല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ സഫ കിട്ടിയിട്ടില്ല? ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് തോന്നിയത്. കാരണം ഫസ്റ്റ് റിപ്പീറ്റിങ്ങിന് വരുമ്പോൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു രീതിയിലെത്താൻ പറ്റൂല. മുമ്പേ ചെയ്തുള്ളൊരു ശീലം ഉണ്ടായതുകൊണ്ടാണ് പിന്നെ അതൊരു ഒരു കണ്ടിന്യൂഷൻ മാതിരിയാണ് പോയത് റിപ്പീറ്റിങ്ങിന്റെ സമയത്ത്. നേരെ പിന്നെ ചാപ്റ്ററൊക്കെ കുറച്ചും കൂടി നേരെ പ്രോബ്ലം ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ പല ചാപ്റ്റേഴ്സും അല്ലേ? പിന്നെ NCERT കുറച്ചും കൂടി വൃത്തിക്ക് ചെയ്തത് റിപ്പീറ്റിലെത്തിയ സമയത്താണ്. അജ്ന, ഇപ്പം കുറേ കുട്ടികൾ സ്കൂളിലേക്ക് വന്നിട്ട് ഭയങ്കര ഇനീഷ്യൽ സ്റ്റേജ് നേരത്തെ പറഞ്ഞ പ്രശ്നം നമ്മൾ വരുമ്പോഴുള്ള നിങ്ങൾ ഓർമ്മയില്ലേ? 10ാം ക്ലാസ്സിന് കഴിഞ്ഞ് വരുമ്പോഴുള്ള വീട്ടിൽ പോകണം, അതാക്കണം, ചെറിയ കാര്യത്തിന് എന്താ ഫുഡ് വെള്ളം കൂടുതലാണ്, കടല കൂടുതലാണ്, ഈ മിണ്ടരുത്, പ്രത്യേകിച്ച് നമ്മളെ കൊപ്പക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ നിൽക്കണം, എന്തായാലും പറയാം ഹോം സിക്നെസ് അല്ലേ? ഇത് എങ്ങനെ ഓവർകം ചെയ്യും? അല്ലെങ്കിൽ കുട്ടികളാണ്, ചെറിയ മക്കളാണ്, 15 വയസ്സായി കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി, അതിൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്? ഹോം സിക്നെസ് എനിക്ക് ഓർമ്മ അറിയാൻ നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു ലോഞ്ചിങ് മീറ്റിംഗ് അതിലിങ്ങനെ നിയാസർ റഫീൽ സാർ ആരോ ഒന്നിങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ ആദ്യത്തെ 3 ദിവസം എടുക്കും, അല്ല 3 കണക്കേനു. ആദ്യത്തെ 3 ദിവസം നമുക്ക് ഫിസിക്കലിയും മെന്റലിയും പെയിൻ ഉണ്ടാവും. പിന്നെ ഒരു 3 ആഴ്ച ആകുമ്പോഴത്തേക്കും ഫിസിക്കലി എന്ന് പറഞ്ഞാൽ കിടത്തത്തിന്റെ പ്രശ്നം അങ്ങനത്തെ ഒക്കെ. പിന്നെ ഒരു 3 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല മെന്റലി ഇത് വരും. പിന്നെ ഒരു 3 മാസം എടുക്കും നമ്മൾ എന്തായാലും ആ സ്ഥലമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ പോകുന്നത് പറഞ്ഞാൽ എൻട്രൻസ് ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ എക്സ്ട്രാ ടൈം എടുക്കും. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. ടൈം എടുക്കും എന്നുള്ളത് നമ്മൾ റഷ് ആക്കാതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ പെട്ടെന്നാണല്ലോ അങ്ങനെയൊന്നുമില്ല, നല്ല ടൈം ഉണ്ടല്ലോ, 2 year പ്രോഗ്രാമില്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ലോയില് തുടങ്ങി എന്നിട്ട് സ്റ്റഡി ആയിട്ട് പോകാൻ വേണ്ടി. അജ്ന, എനിക്ക് അവിടെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ ഇപ്പം കുട്ടികൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഞാൻ ഇനീഷ്യൽ ഭയങ്കര ബേസ് ക്വസ്റ്റിനാണ് ചോദിക്കണം കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചോദിക്കുകയാണ്. നമ്മൾ വേറൊരു ഫേസിലേക്ക് പോവുക. അപ്പോൾ അവിടെ ചിലപ്പോൾ 2/3 5/8 ആഡ് ചെയ്യാനൊക്കെ പഠിക്കാത്ത, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും.
അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ബൈ പ്രാക്ടീസിങ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അറിയാത്തൊരു ഫീൽഡിൽ നമ്മൾ ചെയ്യേണ്ടത്? ചിലപ്പോൾ നമ്പർ കൊണ്ടുള്ള കളികൾ അറിയില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംഗതികൾ അറിയാത്ത കുട്ടികളുണ്ടാവും, വെറും തിയറി പഠിച്ച് ഫുൾ A+ വാങ്ങി വന്ന കുട്ടികളും ഉണ്ടാവും. അത് ഫസ്റ്റ് തന്നെ ബേസിക് മുതൽ തുടങ്ങാന്നുള്ളതാണ്. പിന്നെ ഇതന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ നമുക്ക് വരുത്തുക. റേഷ്യോ അങ്ങോട്ട് എടുക്കുന്നത് മാറുന്നതും പിന്നെ 10⁻⁴ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതാദ്യം മനസ്സിലാക്കുക. അറിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, കാരണം മനസ്സിലാവും എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ നമുക്ക് എന്തൊക്കെ ഇനഫിഷ്യൻസി ആണുള്ളതെന്ന് അറിയാന്നുള്ളത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യണം, അറിയണം. അത് ഭയങ്കര അതന്നെ, അത് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ തിരിച്ചറിയാം എന്താണ് അറിയാത്തത്. അത് മനസ്സിലാവുക നമുക്ക് എക്സാം ത്രൂ ആയിരിക്കും. അപ്പൊ ഇനീഷ്യലി എക്സാമിലൊക്കെ നമ്മൾ വരുത്താന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ മിസ്റ്റേക്സ് ചെയ്യും. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒക്കെ അത് കഴിഞ്ഞാലും ഉണ്ടാവും. പക്ഷെ ഇനീഷ്യലി നമ്മള് കുറെ മിസ്റ്റേക്ക് വരുത്തും. അപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ എത്ര മിസ്റ്റേക്കോ എന്നുള്ളത് അങ്ങനെ എടുക്കാതെ, ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തും. ഞാൻ മിസ്റ്റേക്ക് പഠിക്കും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി എനിക്ക് ഫസ്റ്റ് ഒന്നും, കാരണം ഇതെന്ത് ഇങ്ങനെ തെറ്റുന്ന അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കാതെ തെറ്റിയിട്ടാണല്ലോ ഞാൻ പഠിക്കുക എന്നുള്ളത്, ശരിക്കും അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് അത്യാവശ്യം. സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സമയം എപ്പോഴായിരുന്നു? ഏത് സമയമായിരുന്നു? എങ്ങനെയാണ് മാനേജ് ചെയ്തെന്ന് കൂടി പറഞ്ഞു. റിപ്പീറ്റിംഗ് തുടങ്ങിയപ്പോൾ സ്കൂൾ റിപ്പീറ്റ് തുടങ്ങിയ സമയത്ത് അപ്പൊ എന്താന്ന് വെച്ചാല്, അപ്പൊ ലാസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ഓർഗാനിക് അത്ര ബേസ് ഒന്നുമില്ല. കെമിസ്ട്രി ഒക്കെ പറയുകയാണെങ്കിൽ അപ്പൊ ഇതെല്ലാം കൂടി തുടങ്ങിയപ്പോ റിവിഷൻ തുടങ്ങിയപ്പോ പിന്നെ അപ്പാണെങ്കിൽ 720 ചാലഞ്ചസും ഉണ്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ നമ്മള് എല്ലാം കംപ്ലീറ്റ് ആക്കാത്ത പോലത്തെ ഒരു ഫീലില് റിപ്പീറ്റിംഗ് തുടങ്ങിയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കര ഉണ്ടായിരുന്നു. അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ അല്ല അജിനെ നോക്കി എത്താനായിട്ടായിരുന്നോ? ഞാൻ നോക്കി എത്താനായിട്ടായിരുന്നു. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ള എനിക്ക് നേരെ ആയിഷ അഫ്രീൻ്റെ അടുത്ത് കൊടുക്കുക, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി. എന്താണ് ഈ ചർച്ച എന്നുള്ളൊരു വൈൻഡ് അപ്പ് സെഷൻ, ഒരു വൈൻഡ് അപ്പ് ഷോട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ല എന്നെ പറഞ്ഞു, നീ പറയും. സഫ മൈക്ക് പിടിച്ചു വാങ്ങിയാണ്. എക്സാം അനാലിസിസ് കറക്റ്റ് ചെയ്യണം, കാരണം അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. കാരണം ഇനീഷ്യലി നമുക്ക് റിപ്പീറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ എക്സാമിൻ്റെ ഒന്നും എൻ്റെ ആ പേപ്പറിൽ ഒന്നും ഇല്ല. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ ആ പേപ്പറിൽ ഫുൾ ബ്ലാങ്ക്, ഒന്നും മിസ്റ്റേക്കും അറിയില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണ്. അത് ഇനീഷ്യലി തന്നെ ചെയ്തു പോയാൽ ഭയങ്കര ഉപകാരം. നമ്മൾ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യുക എന്താ, ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കൂല, ഇടക്കൊക്കെ നടക്കുമായിരിക്കും, അതിൽ ഫോളോ ആവാണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും വേസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ നല്ലത് എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് തന്നെ ഫ്യൂച്ചറിലൊരു ട്രോമാറ്റിക് ആയിട്ട് തോന്നും. അന്ന് അങ്ങനെയാണല്ലോ വിചാരിച്ചത്, ഇപ്പം എന്താ അങ്ങനെ. ആ ഒരു സംശയം വരാതിരിക്കാൻ ആദ്യം തന്നെ ഒരു എക്സ്പെക്ടേഷൻസും വെക്കണ്ട. പിന്നെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ പല ആൾക്കാരും പല ബാക്ക്ഗ്രൗണ്ട്, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഓര് പറയണത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ നോക്കാം. അത് ഞാനാവുക ചുരുക്കി പറഞ്ഞല്ലേ, നീ ആവുക. ഈ എങ്ങനെയാണല്ലോ ആ സ്റ്റാൻഡ് പിടിക്കുക. എന്ത് വന്നാലും വേറെ ഇപ്പൊ അത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരാൾ എക്സ്റ്റേണലി പുഷ് ചെയ്താലും കുറച്ച് പോസിറ്റിവിറ്റി കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ അത് ചെയ്താലും പ്രശ്നം. അതുകൊണ്ട് ഒന്നും ഇല്ലാത്താണ് നല്ലത്. നമ്മളായിട്ട് നിൽക്കുക. കഴിയുള്ളൂ. മെന്റാലിറ്റിയാണ് പകുതിയല്ല പകുതി മുക്കാൽ. കാരണം അവിടെ നേരത്തെ പറഞ്ഞിട്ട് അക്കാഡമിക്സ് ഇല്ലാത്ത മെന്റാലിറ്റി നിലനിൽക്കില്ല ചർച്ച ഉണ്ട് കേട്ടോ അവിടെ. അതുണ്ട്. കാരണം നമ്മള് പറഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇങ്ങനെ പോസിറ്റീവ് അങ്ങനെ പഠിക്കണം. പക്ഷെ ആ പഠിത്തം നമ്മൾ അത് ഫുൾ എക്സിക്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ അത്ര തന്നെ അല്ലെ അതിനേക്കാളും നമ്മളെ എല്ലാവർക്കും ഉണ്ട് ബുദ്ധി, എല്ലാവർക്കും ഉണ്ട്. പഠിക്കാൻ എല്ലാവർക്കും പറ്റും. കുറച്ച് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അത് അപ്ലൈ ചെയ്യാനും കുറെ ക്വസ്റ്റ്യൻ ചെയ്താലും അതും പറ്റും. അതിലൊക്കെ ഡിഫറൻസ് വരുന്നത് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആ സാധനം നമുക്ക് അറിയുന്ന സാധനം പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ മെന്റാലിറ്റി. ഏറെ സന്തോഷമുണ്ട്. ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ആദ്യത്തെ ബാച്ചിലുള്ള കുറച്ച് കുട്ടികളാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഏതായാലും നല്ല ഭാവി നേരുന്നു.